സ്ത്രീയിലേക്ക് മാറണമെന്നുള്ളത് ഫാമിലി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് വന്നതിന് ശേഷം അപ്പോഴും കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. ഒരു പെൺകുട്ടിയാണെന്നുള്ള മൈൻഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അത് മെയിനായിട്ട് നമ്മളല്ലാതെ മനസ്സിലാക്കുന്നത് ആൾക്കാരുടെ പരിഹാസം കാണുമ്പോഴാണ്. സമൂഹത്തിൽ ഒരുപാട് നിന്നുണ്ടാകുന്ന പരിഹസിച്ചിട്ടുണ്ട് ആളുകൾ. ഇഷ്ടം പോലെ. ഞങ്ങൾ പണ്ട് ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. ആ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് അതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എന്തൊക്കെ കളിയാക്കി പേരുകളാണ് വിളിച്ചിരുന്നത്? അന്ന് വിളിച്ചത് എന്തുവാ, ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം ചാന്തുപൊട്ടിനെ അങ്ങ് ഏറ്റെടുത്തു. ആ അതിനു മുമ്പേ പല പേരുകളുണ്ടായിരുന്നുണ്ട്. അറിയായിരിക്കുമല്ലോ. പറഞ്ഞോ? എന്താ പറയുക, പെണ്ണാളൻ, ആ കുണ്ടൻ, ഇങ്ങനെയൊക്കെ പല പേരുകളും പറയും. 9, അപ്പൊ ആണും ഇതെല്ലാം പെണ്ണും കെട്ടത് എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം എങ്ങനെ തരണം ചെയ്തത് ജീവിതത്തെ? മെയിനായിട്ട് അപ്പോഴത്തെ കാലത്ത് നമുക്ക് പെൺകുട്ടിയായി ജീവിക്കണം എന്നുള്ള ചിന്തയൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി അത്രയും ഒരു സ്ട്രോങ് ആയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നത് തന്നെ. അതിന് ഈ മുന്നേ വീട്ടിലുള്ളപ്പം തന്നെ വീട്ടിലുള്ളവർ പരിഹസിച്ചിട്ടുണ്ടോ? ബന്ധുക്കളൊക്കെ പരിഹസിച്ചിട്ടുള്ളവരുണ്ട്. അല്ലാതെ വീട്ടില് സഹോദരങ്ങൾ തന്നെ എന്താ ഇങ്ങനെയൊക്കെ ചില സമയത്ത് നമ്മൾ വഴക്കുകൾ കൂടെ ഒക്കെ ചെയ്യുമല്ലോ. ആ സമയത്തൊക്കെ അതെന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊരു വിഷമം. പിന്നെ എൻ്റെ ഫാമിലി ഞാൻ ആളായതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഫാമിലിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ മൂത്തപുത്രനായിരുന്നോ? മൂത്ത ആ പുത്രനായിരുന്നു. ഇപ്പൊ പുത്രിയാണ്. അമ്മയ്ക്ക് സന്തോഷം. ഇപ്പോ